ഹലോ ഗൈസ്, ഇൻസ്റ്റാ റീൽസ് കണ്ടിട്ടേ അങ്ങനെ പോയതാട്ടോ നമ്മൾ മലപ്പുറത്തുള്ള കക്കാടംപൊയിലേക്ക്. അപ്പോൾ സംഭവം നല്ല പൊളിയാണ്. റീൽസിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അല്ലേ. അപ്പോൾ കസിൻസും ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലാൻ ചെയ്ത സമയത്ത് മഴ ഇല്ലാത്തത് നമ്മളെ തെറ്റല്ലല്ലോ അല്ലേ. സംഭവം എന്തായാലും ആ സമയത്തും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഒരു രണ്ടര 3 കിലോമീറ്ററോളം നമ്മൾ മല കയറിയിട്ടാണ് കേട്ടോ, ഒരു കുന്നും മല കയറിയിട്ടാണ് അതിൻ്റെ ഏറ്റവും കുരിശുമലേൻ്റെ അവിടേക്ക് എത്തുക. നമ്മൾ കയറിയാലും നമുക്കത് മുതലാവും കേട്ടോ. അത്രയും രസമാണ്. കുറച്ച് കോടയും കൂടി ഉണ്ടായാൽ നമ്മൾ റീൽസിൽ കണ്ട പോലെ തന്നെ സെറ്റ് സംഭവമായിരിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. എങ്ങനെ ചെയ്യേണ്ടതൊന്നും എഡിറ്റ് ചെയ്യേണ്ടതൊന്നും നമ്മൾ സംസാരിക്കേണ്ടതൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ പോരായ്മകളും വീഡിയോയിലുണ്ടാവും. എന്തായാലും എല്ലാ ആൾക്കാരും വ്യൂവേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നെ. അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മളെ ഈ കുരിശുമല അടിപൊളിയായിട്ട് നമ്മളൊരു മൂന്നാറിലേക്ക് പോയൊരു സെറ്റപ്പാണ് കേട്ടോ സംഭവം ഇവിടെ. അപ്പോൾ അത്രയും നമ്മൾ കയറി കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര ഒരു ഭംഗിയായിട്ട് തോന്നിട്ടോ എനിക്കും. സംഭവം ഒരു കോടയും കൂടി ഉണ്ടായാൽ നമ്മൾ റീൽസിൽ കണ്ട സാധനം തന്നെയാണ്. പക്ഷേ എന്തായാലും ഞങ്ങൾ പോയ സമയത്ത് വെയിലായി. ഞങ്ങൾ കുറേ ഫോട്ടോസും പിന്നെ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഉള്ളവർ ആരെങ്കിലും കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് വേറെ എവിടെയോ നമ്മൾ ലോങ്ങൊക്കെ ട്രിപ്പ് പോയൊരു പോലെ തോന്നും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങണ സമയത്ത് നമുക്കൊരു മഴയൊക്കെ കിട്ടിയതുകൊണ്ട് കുറച്ചല്ല നല്ലോണം കോടയൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ മഴയൊക്കെ ആയത് കാരണം ചന്തുട്ടിന് സ്കൂളൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ഒന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. മഴയപ്പോൾ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങി കേട്ടോ. ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കയറാനാണ് തോന്നുന്നു എനിക്ക് പിന്നെയും സിമ്പിളായി തോന്നുന്നത്. അതിൻ്റെ അടുത്തൊക്കെ കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അവിടെ നിന്ന് സ്റ്റേ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ എന്തായാലും അതുണ്ടാവും ഇപ്പോഴത്തെ തന്നെ. ആ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി കാണാൻ പോയി. പക്ഷെ അതിൻ്റെ ദൂരെ നിന്നിട്ടാണ് കേട്ടോ കാണാം. അതിൻ്റെ അടുത്തേക്കൊന്നും നമ്മൾ പോകാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.